കൊല്ലം കുണ്ടറയിൽ സൈനികനായ തോംസൺ മരിക്കാൻ കാരണം ലോക്കപ്പ് മർദ്ദനമെന്ന പരാതിയുമായി അമ്മ ഡെയ്സി. കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്ത തോംസൺ നേരിട്ടത് ക്രൂര പീഡനമെന്നും മാതാവിന്റെ പരാതി. ആന്തരികാവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബെല്ലോ ഫാംസ് എന്ന മുറി കയറ്റി 2 കൈയിലും കാലിലും വിലങ്ങിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ട് എന്തോ വലിയ കട്ടിയുള്ള ഒരു സാധനം ടവലി പൊതിഞ്ഞ് ഈ ഏണിനും നെഞ്ചത്ത് ഈ കരൾ ഭാഗത്ത് ഇവിടെ എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തു. എൻ്റെ ആ പാടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിവിടെ വരുമ്പം. നീ ഇനി പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാ എന്നും പറഞ്ഞുകൊണ്ടാ ഈ ഇടിക്കുന്നത്. എന്റെ കുഞ്ഞ് അയ്യോന്ന് നിലവിളിച്ചെന്നും പറഞ്ഞു. ഏകമകൻ മരണത്തിന് കീഴടങ്ങും മുൻപ് അമ്മയോട് പറഞ്ഞ കാര്യങ്ങളാണിവ. സിക്കിം യൂണിറ്റ് മദ്രാസ് റെജിമെന്റിൽ ജോലി ചെയ്യുകയായിരുന്നു തോംസൺ. 2024 ഓഗസ്റ്റ് മാസം ലീവിന് നാട്ടിലെത്തി. ഒക്ടോബർ 11 ഭാര്യയുമായുള്ള വഴക്ക് പരാതിയായി കുണ്ട്ര പോലീസിലെത്തി. രാത്രിയോടെ പോലീസ് തോംസനെ പിടികൂടി. തുടർന്ന് മകനെ ഏൽക്കേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളെന്നാണ് പരാതി. CI അനിൽകുമാറും ഇടിയം പ്രദീപ് എന്ന് പറയുന്ന പ്രദീപും SI ശ്യാമകുമാരിയും കൂടെ ചേർന്ന എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചത് ഇങ്ങനെ. എന്നിട്ട് എൻ്റെ മോൻ്റെ മൊബൈലും പാൻ കാർഡും ആധാർ കാർഡും ലീവ് സർട്ടിഫിക്കറ്റും ഐഡന്റിറ്റി കാർഡും മേടിച്ച് പൂട്ടിവെച്ച്. എന്നിട്ട് അവിടുന്ന് പിന്നെ ഇവര് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇങ്ങനെ മുറിവുണ്ടായിരുന്നു. അത് നമ്മുടെ ആ ഹോസ്പിറ്റൽ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. എന്തോ വെച്ച് ഇടിച്ചതാ. നവംബർ 7 ജയിൽ മോചിതനായതിനു പിന്നാലെ ചികിത്സ തേടിയ തോംസൺ ഡിസംബർ 27 മരിച്ചു. ശരീരത്തിൽ ക്ഷതങ്ങളുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു. ഭാര്യയും വീട്ടുകാരും ചേർന്ന് മകനെ മർദ്ദിച്ചതായി അമ്മ. അവളുടെ അവിഹിത ബന്ധത്തെ പറ്റി എൻ്റെ മോൻ ചോദ്യം ചെയ്തെന്നാ പറഞ്ഞേ. അങ്ങനെ അവിടെ സംസാര വിഷയം ഉണ്ടായി. അപ്പൊ അവളും അവക്കുള്ള അനിയത്തിയും അപ്പനും അമ്മയും കൂടി ഒരുപാട് ഉപദ്രവിച്ചു അവരുടെ വീട്ടിൽ വെച്ച്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും അമ്മ പരാതി നൽകി. വിവരം സൈനിക നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ലിജോ റോളൻ, മീഡിയ 1, കൊല്ലം.